ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ദേവി നാമസങ്കീർത്തനം. ജയ ജയ മഹാദേവി നമ. നമ്മള് പിന്നെ ഗുരുവായൂരപ്പന്റെയും മഹാദേവിയുടെയും അനുഗ്രഹത്തോടു കൂടി ഭൂമിയുടെ ശക്തിരൂപത്തിലുള്ള ആവിർഭാവത്തിനാണ് ഇതൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. ഭൂമി ദേവിയുടെ എന്താ നമുക്ക് നോക്കണ്ടേ. ദേവിയുടെ നിമിഷമാത്രം കഴിയുന്ന സമയത്ത് ബ്രഹ്മാവും പതിക്കുമെന്നും അപ്പോൾ പ്രാകൃത പ്രളയം ഉണ്ടാകുമെന്നും അങ്ങ് പറഞ്ഞില്ലേ. ദേവിയുടെ ഈ ബ്രഹ്മാവിന്റെ തന്നെ എത്രയോ സംവത്സരങ്ങള്, 1000 സംവത്സരം കഴിയുമ്പോഴാണ് ദേവീന്റെ ഒരു നിമിഷം എന്നാണ് പറയുന്നത്. പ്രളയത്തിലെ ഭൂമി കാണാതാവുകയും വിശ്വം മുഴുവൻ പരമാത്മാവിൽ ലയിക്കും എന്നങ്ങ് പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഈ വിശ്വം എവിടേക്കാണ് പോകുന്നത്? ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞില്ല. അപ്പൊ എവിടേക്കാ ഇത് പോകുന്നതെന്നാണ് ചോദ്യം. സൃഷ്ടി ഉണ്ടാകുമ്പോൾ കാണപ്പെടുന്നതും എങ്ങനെയാണ് ഈ ഭൂമി പിന്നീട് എങ്ങനെയാണ് സർവ്വ ഐശ്വര്യ സമ്പന്നയായത് എന്നും അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനാരായണൻ പറയണു, നാരദ, വിശ്വത്തെ സൃഷ്ടിച്ചതും ദേവിയാണ്. പ്രളയത്തിൽ അത് ലയിക്കുന്നതും ദേവിയിൽ തന്നെയാണ്. മംഗളകരമായ ധരയുടെ ജന്മത്തെപ്പറ്റി ഞാൻ പറയാം. മധുകൈടഭന്മാരുടെ മേധസ് വീണിട്ടാണ് ഭൂമി ഉണ്ടായത്. അതുകൊണ്ടല്ലേ മേദിനി എന്ന് പേര് വന്നത്. എന്നാൽ അത് ശരിക്കും ആലോചിക്കുമ്പോൾ അത് യുക്തിയായിട്ട് തോന്നുന്നില്ല. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചു കൊള്ളാൻ അവർ വിഷ്ണുവിനോട് പറഞ്ഞു. അവർ ഭൂമിയെ കണ്ടിട്ടില്ലെന്നത് ശരിയാണ്. പക്ഷേ ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അസുരന്മാരുടെ മേധസ് വീണ് മേദിനി എന്നും കൂടി പേര് വന്നത് ശരി തന്നെയാണ്. ആ മേധസ് പ്രളയത്തിൽ കാണാതായിരുന്ന ഭൂമിയോട് കലർന്ന് വർദ്ധിച്ചു എന്നതാണ് വാസ്തവം. പണ്ട് ധർമ്മൻ പുഷ്കരത്തിൽ വെച്ച് വേദോക്തമായ വിധം പറഞ്ഞു കേട്ടതുപോലെ ഞാൻ പറഞ്ഞു തരാം. പ്രളയത്തിൽ കുറേ കാലം മുങ്ങിക്കിടന്ന വിരാട്ടിൽ നിന്ന് മനസ്സുണ്ടായി. ആ മനസ്സ് ആ വിരാട്ടിന്റെ സർവ്വരോമകൂപങ്ങളിൽ കടന്ന് കുറേ നാളുകൊണ്ട് ഭൂമിയായി തീർന്നു. അങ്ങനെയാണ് ഭൂമി ഉണ്ടായി തീർന്നത് എന്ന് പറയുന്നത്. ഓരോരോ രോമകൂപത്തിൽ നിന്നും ഓരോരോ ബ്രഹ്മാണ്ടം ഉണ്ടായി. ആ ബ്രഹ്മാണ്ടം സൃഷ്ടി സമയത്ത് ഉത്ഭവിക്കുകയും പ്രളയകാലത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ദ്വീപുകളും പർവ്വതങ്ങളും 7 സമുദ്രങ്ങളും ഉണ്ട്. മേരുപർവ്വതം, പുണ്യതീർത്ഥങ്ങള്, 14 ലോകങ്ങൾ തുടങ്ങിയവ ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടം. പ്രളയം വരുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇല്ലാതാകും. അതാണ് തിരോഭവിക്കും അർത്ഥം. അതിൻ്റെ കൂടെ തന്നെ ബ്രഹ്മാവും ഇല്ലാതാവുകയും ചെയ്യുന്നു. ബ്രഹ്മാവും പോയി ഒന്നുമില്ല, പിന്നെ പ്രളയം മാത്രം. പ്രാകൃത പ്രളയം കഴിയുന്ന സമയത്ത് പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ വിരാട്ടിനെ സൃഷ്ടിക്കുന്നു. പിന്നീട് ദിക്പാലന്മാരോടുകൂടി നിത്യങ്ങളായ സ്ഥിതിലയങ്ങളെയും സൃഷ്ടിക്കുന്നു. ദേവഗന്ധർവന്മാരടക്കം എല്ലാവരും പൂജിക്കുന്ന ദേവിയാണ് ധര, അതായത് ഭൂമി. വരാഹകൽപ്പത്തിലുള്ള ഭൂമി വരാഹമൂർത്തിയുടെ പത്നിയായിട്ടാണ് പ്രസിദ്ധി ആർജിച്ചത്. ഭൂമിയുടെ മകനായ മംഗളന്റെ പുത്രനാണ് വിശ്രുതനായ ഘടേശൻ. ഭൂമിയുടെ മകനായ ഒരു മംഗളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മംഗളന്റെ പുത്രനാണ് ഘടേശൻ. മഹർഷേ ചോദിക്കണു, മഹർഷി അങ്ങനെയാണ് വിളി. മഹർഷേ, വരാഹകൽപ്പത്തിൽ ഭൂമിയെ ദേവന്മാർ പൂജിച്ചത് ഏത് രൂപത്തിലാണ്? പൂജാവിധിയും മംഗളന്റെ ജന്മത്തെപ്പറ്റിയും പറഞ്ഞു തന്നാലും എനിക്ക് അങ്ങയുടെ നാവിൽ നിന്നൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ്. ഇപ്പൊ ശ്രീനാരായണ പറയുകയാണ്, ഭഗവാൻ ശ്രീനാരായണ മൂർത്തി. അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എല്ലാം. ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിക്കുകയും ആ അസുരൻ പാതാളത്തിലേക്ക് താഴ്ത്തി കൊണ്ടുപോയ ധരയെ ഉദ്ധരിക്കുകയും ചെയ്ത് വെള്ളത്തിന്റെ മീതെ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് ബ്രഹ്മാവ് മനോഹരമായ വിശ്വം സൃഷ്ടിച്ചത് എന്ന് പറയണം. ഈ വിശ്വത്തിന്റെ സ്വാമിനിയായ ഭൂമിദേവി ഉണ്ടല്ലോ, തന്നിൽ പ്രേമാതുരയാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു സുന്ദരമായ രൂപം ധരിച്ച് ധരയുമായി അനവധികാലം ക്രീഡാസക്തനായി വിഹരിച്ചു. ദേവിയും ഭഗവാന്റെ ആശ്ലേഷ സുഖത്തിൽ നിർവൃത്തി നേടി. കാലം ഇങ്ങനെ കാലം കാത്തു നിൽക്കൂലല്ലോ, കടന്നു പോകുന്നത് അവർ അറിഞ്ഞതേയില്ല.
1 വർഷം കഴിഞ്ഞ സമയത്ത് ഭഗവാൻ വീണ്ടും വരാഹരൂപം ധരിച്ച് ഭൂമിദേവിയെ ദീപപുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ചാരാധിച്ചു. ഭഗവാൻ ധരയോട് പറഞ്ഞു, ദേവി, ദേവന്മാരടക്കം എല്ലാവരാലും പൂജ്യയായി തീരും ദേവി. രജസ്വലയായിരിക്കുന്ന 4 ദിവസങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ സമയത്തും ദേവിയെ ഗൃഹത്തിലും നദികളിലും കൃഷിസ്ഥലത്തും ഗൃഹപ്രവേശ സമയത്തും ആരാധിക്കും. അങ്ങനെ ആരാധിക്കാത്ത മൂഢന്മാരുണ്ടല്ലോ, അവര് നരകത്തിൽ പോകേണ്ടി വരുന്ന കേട്ടില്ലേ? ഭൂമിദേവി പുഷ്പിണിയായി എന്ന് പറയുന്നില്ല, അതുപോലെ രജസ്വലയായ സമയത്ത് മാത്രമാണ് ദേവിയെ പൂജിക്കാതിരിക്കേണ്ട 4 ദിവസം. അപ്പൊ ഭൂമിദേവി പറയുന്നു, ഭഗവൻ, അങ്ങയുടെ ആജ്ഞപ്രകാരം വരാഹരൂപത്തിൽ ഞാൻ ഈ വിശ്വത്തെ ധരിച്ചു കൊള്ളാം. എന്നാൽ മുത്ത്, പവിഴം, വൈരം, മാണിക്യം, ശിവലിംഗം, ദേവീബിംബം, വിഷ്ണുബിംബം, യന്ത്രം, ശംഖ്, സാളഗ്രാമതീർത്ഥം, പ്രദീപം, യജ്ഞോപവീതം, പുസ്തകം, തുളസീദളം, ജപമാല്യം, പുഷ്പമാല, കർപ്പൂരം, ചന്ദനം, സ്വർണം, ഗോരോചനം തുടങ്ങിയവ വഹിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഭഗവാൻ പറയണു, ഈ പാവന വസ്തുക്കൾ ആരാണോ നിലത്ത് വെക്കുന്നത് അവൻ കാലസൂത്രം എന്ന നരകത്തിൽ പോകേണ്ടി വരും. അതാണ് പറഞ്ഞത്. എനിക്ക് അറിവുണ്ടായിട്ടൊന്നും അല്ലെങ്കിലും കൂടി ഞാൻ പറയാറുണ്ട്. ഏത് മുത്ത്, പവിഴം, മാണിക്കൊന്നും നമുക്കില്ലല്ലോ. ഭഗവാന്റെ വിഗ്രഹം, അതുപോലെ ശംഖ്, അതുപോലെ ഭഗവത് പരമായ ഈ ഭാഗവതങ്ങളൊക്കെ ഓരോരാള് എടുത്ത് അങ്ങോട്ടിട്ടു, എടുത്ത് ഇങ്ങോട്ടിട്ടു. അതൊക്കെ കാണുമ്പോ എനിക്ക് ശംഖ് പൊട്ടലേറിയില്ല. അത്രമാത്രം മനപ്രയാസാണ് എനിക്ക് ഉണ്ടാവുന്നത്. പറയാവുന്നവരോട് ഞാൻ പറയും. യജ്ഞോപവീതം എന്ന് പറഞ്ഞാല് പൂണൂല്, അതുപോലെ തുളസീദളം, ഇതൊന്നും ഇങ്ങനെ കണ്ട മാതിരി അടിയോടിയിട്ട് കളയേണ്ട സാധനമല്ല. അതുപോലെ പുഷ്പമാല, കർപ്പൂരം, ചന്ദനം, സ്വർണം, ഗോരോചനം തുടങ്ങിയവ വഹിക്കാൻ പ്രയാസമാണെന്ന് പറയുന്നത്. ഈ വസ്തുക്കളൊക്കെ ഇങ്ങനെ ആരാണോ നിലത്ത് വെക്കുന്നത്, ആ നിലത്ത് വെക്കാനേ പാടില്ലാത്ത വസ്തുക്കളുടെ പേരാണ് ഇപ്പം പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ മൗനം അവലംബിച്ചു. ഈ സമയത്ത് ധരമംഗളനെ പ്രസവിച്ചു. അതിനുശേഷം ഭഗവാന്റെ കൽപ്പന പ്രകാരം എല്ലാവരും ഭൂമിദേവിയെ മന്ത്രങ്ങൾ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ആരാധിക്കുവാനും തുടങ്ങി. നാരദൻ ചോദിക്കുന്നു, ഗൂഢമായ ആ മൂലമന്ത്രവും ധ്യാന സ്തോത്രങ്ങളും കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാരദ, ഈ ധരിത്രി ആദ്യം പൂജിച്ചത് വരാഹമൂർത്തി തന്നെയാണ്. പിന്നീട് ബ്രഹ്മാവും മുനീശ്വരന്മാരും മനുക്കളും പൂജിച്ചു തുടങ്ങി. ഇതാണ് ആ മന്ത്രം. ഇനി ആ മന്ത്രം കേൾക്കാത്തത് കൊണ്ട് മനപ്രയാസം വേണ്ട, സങ്കടം വേണ്ട കേട്ടോ. പറഞ്ഞു തരാം. ഓം ഹ്രീം ശ്രീം ക്ലീം വസുധായേ സ്വാഹ. ഇത്രയുള്ള മന്ത്രം. മന്ത്രം ജപിച്ച് വിഷ്ണു പൂജിച്ചു ആദ്യം. പിന്നീട് സ്തുതിച്ചു. വെളുത്ത താമരപ്പൂവിന്റെ നിറമുള്ളവളും ശരത്കാലചന്ദ്രന്റെ മുഖകാന്തിയുള്ളവളും സർവാംഗം ചന്ദനം ലേപനം ചെയ്തവളും രത്നം ധരിച്ചവളും രത്നഗർഭയും രത്നാകരയുമായ അഗ്നിയെപ്പോലെ വിശുദ്ധയുമായവളുമായ ദേവിയെ തൊഴാം. സുസ്മിതയും വന്ദിതയുമായ ദേവിയെ ഞാൻ പൂജിക്കുന്നു എന്ന ധ്യാനത്തോടുകൂടിയാണ് എല്ലാവരും ദേവിയെ പൂജിച്ചത്. പോരെ. ഇനി കണ്വശാഖോക്തമായ സ്തോത്രം കേട്ടാലും. ദേവി ജയിക്ക ജയശീലേ ജയപ്രഭേ യജ്ഞവരാഹമൂർത്തി പത്നി മംഗളസ്വരൂപേ സർവകാമപ്രദേ. ഞങ്ങളുടെ വാഞ്ചിതങ്ങളൊക്കെ സാധിച്ചു തന്നാലും ഭഗവതി സർവസസ്യാലയെ സസ്യാഢ്യേ സർവസസ്യതേ. കാലമാകുമ്പോൾ സസ്യങ്ങളെയെല്ലാം ഹരിക്കുന്നവളെ സർവശക്തി സമന്വിതേ നിഖിലാധാരേ സർവജ്ഞേ ഭൂമി ഭൂമിപാലപരായണേ ഭൂപമംഗളദായികേ. ഭൂമി തന്നാലും എന്നാണ് ചോദിച്ചത്. ഈ സ്തോത്രം രാവിലെ എഴുന്നേറ്റ് ജപിക്കുന്നവൻ ശക്തനായ രാജാവായും കോടി ജന്മങ്ങളിൽ ബലവാനായും ജനിക്കും. ഭൂമി ദാനം ചെയ്താലുള്ള ഫലം കിട്ടുകയും ചെയ്യൂട്ടോ. ഈ സ്തോത്ര ജപം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കും. 100 അശ്വമേധങ്ങൾ ചെയ്ത ഫലം ലഭിക്കും. ഈ പുണ്യസ്തോത്രം എല്ലാ മംഗളത്തെയും നൽകും എന്നുള്ള ഒരു അങ്ങനെ ഭൂശക്തി സമുദ്ഭവം എന്ന 9-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. ഇനി എന്താണ്? ഭൂമിദേവിയോട് ഓരോന്നോരോന്ന് ദ്രോഹിക്കാൻ തുടങ്ങിയല്ലോ എല്ലാരും.
അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പൊ ശ്രീനാരദ മഹർഷി ചോദിക്കാൻ തുടങ്ങി, നാരായണ മഹർഷിയെ, ഭൂമി ദാനം ചെയ്യുന്നതിന്റെ പുണ്യവും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമി തട്ടിപ്പറിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും ഭൂമി രജസ്വലയാവുമ്പോൾ ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലവും അതിന്റെ പ്രായശ്ചിത്തങ്ങളും പറഞ്ഞു തന്നാലും മഹർഷി എന്ന് പറയണു. അപ്പൊ പറയാൻ തുടങ്ങി, നാരദാ, ഭാരതത്തിൽ ഒരാൾ ഒരു അടിയെങ്കിലും ഭൂമി ബ്രാഹ്മണന് ദാനം ചെയ്താൽ അവൻ കൈലാസത്തിലെത്തും. ഫലഭൂയിഷ്ടമായ ഭൂമി നൽകിയാൽ അവൻ വിഷ്ണുപദം പ്രാപിക്കും. ഗ്രാമവും ഭൂമിയും ദാനം ചെയ്യുന്നവനും അത് സ്വീകരിക്കുന്നവനും ദേവീപദം പ്രാപിക്കും. ഭൂമി ദാനം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നവൻ മിത്രങ്ങളോടുകൂടി വൈകുണ്ഠത്തിലെത്തും. ഭൂമിയെ തട്ടിയെടുക്കുന്നവൻ കാലസൂത്രം എന്ന നരകത്തിൽ പതിക്കേണ്ടി വരും. അവരുടെ പുത്രപൗത്രാദികളും സന്താനങ്ങളില്ലാതെ ക്ലേശിക്കേണ്ടി വരും. കന്നുകാലികൾ മേയുന്ന സ്ഥലങ്ങളിൽ കളിക്കുന്നവൻ കുംഭീഭാഗം എന്ന നരകത്തിൽ പോകേണ്ടി വരും. അവർക്കൊരു അലോസരല്ലേ, അവര് മേയുന്ന സമയത്ത് ഇങ്ങനെ കളിച്ച് മണ്ണൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് മണ്ണ് ആക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടൂലല്ലോ. തൊഴുത്തും കുളവും നികത്തി കൃഷി ചെയ്യുന്നവൻ അസിപത്ര നരകത്തിലാണ് പതിക്കേണ്ടത്. അന്യന്റെ കുളത്തിൽ അഴുക്ക് നീക്കാതെ സ്നാനം ചെയ്യുന്നവന്റെ സ്നാനം നിഷ്ഫലമാണ്. ഭൂമിയിൽ രഹസ്യമായി രേതസ് വീഴ്ത്തുന്നവൻ രൗരവം എന്ന നരകത്തിൽ പതിക്കും. ഭൂമി രജസ്വലയായിരിക്കുമ്പോൾ കൃഷി ചെയ്യുന്നവന് കൃമിദംശം എന്ന നരകം ലഭിക്കും. അതല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ, മകരമാസം 28-ാം തീയതി എതിർപ്പ് എന്നുള്ളൊരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എതിർപ്പ് എന്നതിന് അർത്ഥമുണ്ട്. അത് ചെയ്യാൻ പാടില്ല, നന്ന് അലക്കാൻ പാടില്ല, കല്ലിലിട്ട് അടിച്ച് അലക്കാൻ പാടില്ല, മുറ്റം അടിച്ചു വാരാൻ പാടില്ല, കൈക്കോട്ട് തൂമ്പ എന്നിവ കൊണ്ട് ഭൂമിയിൽ കിളക്കാൻ പാടില്ല എന്നൊക്കെ പണ്ടത്തെ പറയുന്നപ്പം ഒന്നുമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ പാടില്ലാത്തതല്ലേ ഇന്ന് ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ളവർ എന്നാണ് പറയാ, അന്യന്റെ കുളം സ്വന്തമാക്കുന്നവൻ തപ്തകുണ്ടം എന്ന നരകത്തിൽ പതിക്കും. ഇതെന്റേതാണ്, ഈ കുളം എന്റേതാണ് എറിഞ്ഞെടുക്കുന്നവര് ഇതായി തപ്തകുണ്ടം എന്ന് പറഞ്ഞ നരകത്തിൽ. അതാണ് തളച്ച വെള്ളം ഉള്ള കുളം, തപ്തകുണ്ടം. അവിടെ കിടന്ന് 14 ഇന്ദ്രന്റെ കാലത്തോളം ദുഃഖം അനുഭവിക്കേണ്ടി വരും. അന്യൻ കുഴിച്ച തടാകത്തിൽ അഴുക്ക് നീക്കി വൃത്തിയാക്കുന്നവൻ ഭൂമിയിൽ എത്ര മൺതരിയുണ്ട് അത്രയും കാലം ബ്രഹ്മലോകത്ത് വസിക്കും. ആരുടെയെങ്കിലും കൊള്ളായിക്കോട്ടെ, അതിൽ അഴുക്കൊക്കെ നീക്കി കളഞ്ഞ് വൃത്തിയാക്കാൻ ഉള്ള മനസ്സുണ്ടെങ്കിൽ അത്രമാത്രം പുണ്യാണെന്ന് പറയണം. പിണ്ട വിഷയമായ ദ്രവ്യം ഭൂമിയുടെ ഉടമസ്ഥന് നൽകാതെ അച്ഛന്റെ ശ്രാദ്ധമൂട്ടുന്നവൻ നരകത്തിൽ പോകേണ്ടി വരും. വെറും നിലത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്നവൻ 7 ജന്മം അന്ധനായി ജീവിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വിളക്ക് നിലത്ത് വെക്കലേ, വിളക്ക് നിലത്ത് വെക്കലേ. മുത്ത്, മാണിക്യം എന്നിവ വെറും നിലത്ത് വെക്കുന്നവൻ 7 ജന്മം അന്ധനായി കഴിയേണ്ടി വരും. ശംഖ് നിലത്ത് വെക്കുന്നവൻ കുഷ്ഠരോഗിയായി തീരും. ഒക്കെ അമ്പലങ്ങളിലൊക്കെ ശംഖ് ഇങ്ങനെ ഊതി അവിടെ എവിടെയെങ്കിലും ഒരു ദിക്കിൽ വെച്ചു. തെക്ക് വടക്കായിട്ടും ഇതൊന്നും വെക്കാൻ പാടില്ല. ശിവലിംഗമോ ശിവപ്രതിമയോ നിലത്ത് വെക്കുന്നവൻ 100 മന്വന്തരം കൃമി ഭക്ഷിച്ചു കഴിയേണ്ടി വരും. യന്ത്രം, പുഷ്പം, തുളസീതളം, സാളഗ്രാമതീർത്ഥം എന്നിവ നിലത്ത് വെക്കുന്നവൻ നരകവാസം ഉറപ്പാണ്, പറയാനില്ല. പൂണൂലും പുസ്തകവും നിലത്ത് വെക്കുന്നവൻ ഒരിക്കലും ബ്രാഹ്മണനായി തീരുകയില്ല. പോരെ, യജ്ഞം ചെയ്ത ഭൂമി പാലുകൊണ്ട് ശുദ്ധമാക്കാതിരുന്നാൽ അവൻ തപ്തകുണ്ടത്തിൽ നീറി കഴിയേണ്ടി വരും. ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ഗ്രഹണ സമയത്തും ഭൂമി കിളക്കുന്നവൻ അടുത്ത ജന്മത്തിൽ അംഗഹീനനായി ജനിക്കും. ജീവജാലങ്ങൾക്കെല്ലാം ഭവനമായിരിക്കുന്നത് കൊണ്ടും ഭൂമിയെ എന്നും സ്ഥിരമായിരിക്കുന്നത് കൊണ്ടും അച്ചല എന്നും കശ്യപന്റേതാകിയാൽ കശ്യപി എന്നും ഭൂമിയെ വിളിക്കുന്നു. ഭൂമിക്ക് ഒരുപാട് പേരുണ്ട്. അനന്തത കൊണ്ട് അനന്ത എന്നും വിശ്വത്തെ ധരിക്കുന്നത് കൊണ്ട് വിശ്വംഭര എന്നും ഭൂമിയെ വിളിക്കുന്നു. പൃഥുവിന്റെ പുത്രിയും വിസ്തൃതയും ആയതുകൊണ്ട് പൃഥ്വി എന്നും ഭൂമിക്ക് നാമം വന്നു ചേർന്നു. അങ്ങനെ ഭൂമിദേവിയുടെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഈ പൃഥ്വി ഉപാഖ്യാനം എന്ന ഭാഗം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കും. നമുക്ക് നാളെ ഗംഗാദേവിയുടെ ഉത്പത്തിയാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞിടാൻ പറ്റുന്നില്ല. പലരും ചോദിക്കാറുണ്ട്, എന്തേ
ഇന്നെന്തേന്ന്. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, പല തിരക്ക് കാരണം ഇപ്പൊ തന്നെ നമുക്ക് 8 മണി കഴിഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടാണ്.